Hi friends, welcome to Chikkoos Nest. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയ കുക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഇത് നമുക്ക് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. പൊടികളുടെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/200 വെയിറ്റുള്ള ഒരു ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഇത് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയേക്കാൾ കുറച്ചാണ് ഇഞ്ചി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ചേർത്ത തൈരിനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ ഒരു നനവുണ്ടല്ലോ, അപ്പോൾ അതിലങ്ങ് മിക്സ് ആയിക്കോളും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ 200 ഗ്രാം തൂക്കമുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് 2 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാലിൻ്റെ ഭാഗം ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ആ വരയിട്ട് കൊടുത്തേക്കുന്നതിൻ്റെ ഭാഗത്തേക്കും ഒക്കെ അകത്തേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ചിക്കന് വേണ്ടി തയ്യാറാക്കിയ ആ മസാലയിൽ ഞാൻ ഈ പുഴുങ്ങിയ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗം ചേർത്ത് വെച്ച് നൂല് കൊണ്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. മുട്ട വെച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗം ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാല് രണ്ടും കൂടി കൂട്ടിച്ചേർത്തതൊന്ന് നൂല് വെച്ചൊന്ന് കെട്ടിയെടുക്കാം. ഇനി ടൂത്ത് പിക്ക് കൊണ്ട് ഈ കാലിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് കുത്തി കൊടുക്കുക. അതാകുമ്പോൾ വെന്ത് കഴിഞ്ഞ് ഇത് വിട്ടുപോരാതെ നന്നായിട്ടിരിക്കും. ഇനി ഈ വിങ്സിൻ്റെ ഭാഗവും കൂടി ചേർത്ത് വെച്ച് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം.
ഇനി ഇത് 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് തയ്യാറാക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചിക്കനിനകത്ത് വെക്കാൻ പാകത്തിനുള്ള കുക്കർ വേണം എടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ കുക്കർ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനെ ഇറക്കി വെച്ച് കൊടുക്കാം. ചിക്കൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാൻ തണ്ടോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് ആദ്യം 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് ഇത് 20 മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം തീരെ ചെറിയ കോഴിയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവും. ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും. ഇത് കുറച്ച് വലിയ കോഴിയല്ലേ, അതുകൊണ്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇത് കുക്കായി കിട്ടും. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ല ലോ ആക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അത് എല്ലിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ചിക്കൻ്റെ 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു സൈഡ് മുരിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും മുരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഈ ചിക്കൻ ഒന്ന് അതിൻ്റെ സൈഡൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ചരിച്ച് പിടിക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് മുരിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ വറുത്ത സെയിം എണ്ണയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് 1 മിനിറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റോക്ക് മൊത്തം ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഈ മസാലയായിട്ട് ചേർന്നൊന്ന് വറ്റി വരണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് കിഴങ്ങ് നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയിൽ മിക്സ് ചെയ്തിട്ട് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്രേവി ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രേവി കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചിക്കൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കുക്കർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.